ഹലോ, വെൽക്കം ടു ബയോത്തോട്ട്. അപ്പോൾ നമുക്കിന്ന് 10th സെക്കൻഡ് ചാപ്റ്റർ ചെയ്ത്, അതായത് പാത്ത് ഓഫ് എവല്യൂഷനിൽ നിന്ന് മിഡ് ടേമിന് ചോദിച്ചിരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാനൊന്ന് ചാർജ് കുത്തിക്കോട്ടെ. യെസ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പാത്ത് ഓഫ് എവല്യൂഷൻ സ്റ്റക്കായി തോന്നുന്നു, ഒന്നുകൂടി തുറക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കുക, പാത്ത് ഓഫ് എവല്യൂഷൻ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് ലമാർക്കിൻ്റെ ഭാഗത്തിലേക്ക് വരിക. ലമാർക്ക് ആരായിരുന്നു? ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക്. അപ്പോൾ ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്തിടുക ലമാർക്കിസം എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞാൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് നമ്മുടെ ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ്റെ പോർഷനിൽ വരുന്നത്. അപ്പോൾ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ചാൾസ് ഡാർവിൻ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നത് തോമസ് മാൽത്തസിനെ കുറിച്ചുള്ളതാണ്. തോമസ് മാൽത്തസ്, നമുക്കറിയാം ആ ഹ്യൂമൻ പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള ആ ഒരു തിയറിയുടെ ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അല്ലേ, പോപ്പുലേഷൻ തിയറിയിലൊക്കെ വരുന്നതിൽ. യെസ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ്, ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗം, അടുത്തത് വരുന്നത് നമ്മുടെ ഡാർവിൻ്റെ ഫിഞ്ചസിനെ കുറിച്ചാണ്. ഡാർവിൻ്റെ ഗലോപോഗസ് ഫിഞ്ചസ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഗലോപോഗസ് ഫിഞ്ചസ്. നെക്സ്റ്റ് വരുന്നത്, വെയിറ്റ് എ സെക്കൻഡ്, അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സ്പീസിയേഷനിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓവർ പ്രൊഡക്ഷൻ അല്ലേ. ഓവർ പ്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ വേരിയേഷൻസ്, പിന്നെന്താണ് സ്ട്രഗിൾ ഫോർ ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ വരാം, സ്പീസിയേഷനിലേക്ക് ലീഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. അതിലൊക്കെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്, 2025 ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നിയോ ഡാർവിനിസം കൺസെപ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിടുക, നിയോ ഡാർവിനിസം കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ് 2025 മിഡ് ടേം ക്വസ്റ്റ്യൻ പേപ്പറിലെ പോർഷൻസ് ആണ് ഈ പറയുന്നത്. ഇനി എന്താണ് മ്യൂട്ടേഷൻ്റെ ആസ്പെക്റ്റ്, പിന്നെന്താണ് അങ്ങനെ ഡിഫറെൻറ്റ് സ്പീഷീസിലേക്ക് ലീഡ് ചെയ്യുന്ന സ്പീസിയേഷൻ, ഈ ഒരു ആസ്പെക്റ്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ്. അടുത്തത് നമ്മുടെ ഫോസിൽ എവിഡൻസിൻ്റെ പോർഷനാണ് കാണിക്കുന്നത്, ഫോസിൽ എവിഡൻസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും ടെക്സ്റ്റിൻ്റെ ഏരിയ അല്ലേ. ആർക്കിയോപ്റ്ററസിൻ്റെ ഭാഗം വരുന്നുണ്ട്, ഡിനോസേഴ്സ്, ഹോഴ്സസ്. അപ്പോൾ ഈ ഒരു ബോക്സസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മിഡ് ടേം ടെസ്റ്റിൻ്റെ 2025 ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകൾ റെഫർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് പോർഷൻ നമ്മൾ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിലേക്ക് കടന്നു. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൽ വരുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ്, ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൻ്റെ പാർട്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്യണം, അത് മാർക്ക് ചെയ്യാൻ വരും. പിന്നെ അടുത്തത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്, നമ്മുടെ മൈലിൻ ഷീത്ത് ന്യൂറോണിൽ കാണുന്ന മൈലിൻ ഷീത്തിനെ കുറിച്ചുള്ള ആസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2025 മിഡ് ടേം ഫസ്റ്റ് ടേമിൻ്റെ എക്സാമിനേഷൻ്റെ ബേസിലാണ് പറയുന്നത്.
പിന്നെ നെക്സ്റ്റ് ഒരു ഏരിയ വരുന്നത് ബ്രെയിൻ സ്റ്റെമ്മിന്റെ 3 ഏരിയ വരുന്നത് അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ. ഓക്കെ, യെസ്. ഇനി അടുത്ത ഏരിയ വരുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് എന്നുള്ള ആസ്പെക്റ്റിൽ നിന്നാണ്. ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് കണ്ടീഷനിലും സ്റ്റിമുലസ് ഇല്ലാത്ത സമയത്തുമുള്ള ആ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസിന്റെ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ഈ ഒരു ഡയഗ്രാം, ദാറ്റ് ഇസ് സ്ട്രക്ചർ ഓഫ് സിനാപ്സ്. സ്ട്രക്ചർ ഓഫ് സിനാപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? സ്ട്രക്ചർ ഓഫ് സിനാപ്സ്. യെസ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ മിഡ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ തവണ വന്നിരുന്ന ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ്. പിന്നെ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ഓരോ ഭാഗം നമുക്ക് ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിൻ്റെ എക്സാമിന് റിവിഷനായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ കീപ്പ് വാച്ചിങ്. ആൻഡ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മിഡ് ടേം ക്വസ്റ്റ്യൻസുകളും ഞാനിപ്പോൾ കുറച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.